ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മമ്മി എന്തോ മമ്മി ഒരു മീനച്ചാർ ഉണ്ടാക്കി തരാവോ? പിന്നെന്താ പൊന്നൂസേ, എന്നാ നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ഞാനൊരു മീനച്ചാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ, എന്നാ സ്റ്റാർട്ട്. ഓക്കെ മമ്മിയെ, സാധനങ്ങളൊക്കെ റെഡി ആയോ? എല്ലാം റെഡിയാണ്. ഏത് മീനാ? ഇത് കേര മീനാണ് മമ്മി റെഡിയാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ഉപ്പ്, മുളക്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പച്ചമുളക്, കറിവേപ്പില, പിന്നെ പൊടികളായിട്ടുള്ള കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, കറിവേപ്പില ഇതെല്ലാം റെഡിയാണ്. പിന്നെ നല്ലെണ്ണയാണ് ഇത് മീൻ അച്ചാർ ഇടുന്നതിന് നല്ലത്. നല്ലെണ്ണയിലാണ് നമ്മൾ മീൻ വറുക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് വിനാഗിരിയും കൂടെ വേണം. ഓക്കെ, ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലൊരു മീനച്ചാർ ഉണ്ടാക്കാം. ഓക്കെ, റെഡി. ഓക്കെ, സ്റ്റാർട്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് നമ്മൾ മീനിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. എൻ്റെ മമ്മി ആയതുകൊണ്ട് പറയുകയല്ല, ഷീസ് എൻ ഓൾ റൗണ്ടർ ആൻഡ് എ സൂപ്പർ വുമൺ. ഭയങ്കര ബിസി ആയിട്ടുള്ള പ്രൊഫഷണൽ ലൈഫിൻ്റെ ഇടയിലും ഞങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം മറന്നു പോവാതെ ചോദിക്കുമ്പം തന്നെ ചെയ്തു തരാൻ പറ്റുന്ന ഒരു വലിയ മനസ്സുണ്ട് മമ്മിക്ക്. മീൻ വറുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി വറുത്തെടുക്കാനുള്ളതൊക്കെ വറുക്കാനായിട്ട് ഉപയോഗിക്കും. മൾട്ടി ടാസ്കിംഗ് ആണ് സാറേ ഇവൻ്റെ മെയിൻ എന്ന് പറയുന്നത് പോലെയാണ് മമ്മിയുടെ കാര്യവും. മമ്മി ആക്ച്വലി കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിൽ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തു. പക്ഷേ മമ്മിക്ക് വീട്ടിൽ ഇരിക്കുന്നത് കുറച്ച് ബോറടി ആയതുകൊണ്ടും പിന്നെ കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നതും ഇഷ്ടമായതുകൊണ്ട് തന്നെ മമ്മി അടൂരിലൊരു കോളേജിൽ ഇപ്പം പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുകയാണ്. മമ്മി വളരെ ടൈം എഫിഷ്യൻ്റ് ആയിട്ടാണ് മമ്മിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. എന്താ ഇവിടെ പരിപാടി? ഒരു മീനച്ചാറ് കഴിക്കണമെന്നൊരാഗ്രഹം. പിന്നെ കൊടുത്തു കളയാൻ വിചാരിച്ചു. ഇല്ല, എനിക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്. മമ്മിയുടെ മീനച്ചാർ ആക്ച്വലി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റെസിപ്പിയൊക്കെ ചോദിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ 7 അയലത്ത് വരത്തില്ല. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തരുന്നതുകൊണ്ട് പേരിന് ഞാൻ അവിടെ പോയി നിന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത സെറ്റ് ഇടാം. മൈ ഗോഡ്, ഭയങ്കര മണമാണല്ലോ. മണപത്ത് സൈഡില് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കിടക്കാം. നോക്കട്ടെ എന്ത് സാധനം. ഓക്കെ, കഴിച്ചു നോക്കപ്പേ. എല്ലാം പാകമാണോ? കുറച്ചും കൂടി ഉപ്പ് വേണോ? ഇതാണ് നമ്മുടെ ഡാഡി കൂൾ. പപ്പയ്ക്കും കുക്കിങ്ങിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായത് കൊണ്ടിട്ട് പപ്പയുടെ കുറച്ച് സിഗ്നേച്ചർ ഡിഷസ് ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര മിസ് ചെയ്യും. അവിടെ രണ്ടാമത്തെ ട്രിപ്പ് മീന് വറുത്തൊളിപ്പിക്കുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, മുളക് ഇതൊക്കെ വറുത്ത് കഴിഞ്ഞു. നല്ല മണം വരുന്നുണ്ട്. മമ്മി ഇടുന്ന മീനച്ചാൻ കിച്ചാന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളതുകൊണ്ട് പ്രത്യേകം പറഞ്ഞതാ, ഇപ്രാവശ്യം വരുമ്പം കൊണ്ടുവരണേ, മമ്മിയുടെ മീനച്ചാറ് കൊണ്ടുവരണേ. സൂചിപ്പിക്കലല്ലേ? ആണെങ്കിൽ എന്താ, എനിക്ക് കിട്ടത്തില്ലേ മീനച്ചാർ? മീനച്ചാറിനകത്ത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇൻഗ്രീഡിയൻസ് ഒന്നും പറഞ്ഞു തരത്തില്ല കഴിച്ച്. എന്തോ നമ്മളറിയാതെ എന്തോ ഉണ്ടായി. ഈ കാണുന്ന അല്ലാതെ വേറെ എന്തൊക്കെയോ. വേറെ ഒന്നുമില്ല, പക്ഷെ കാണുന്നതൊക്കെ തന്നെ കുറച്ച് കൈപ്പുണ്യം. സിനിമോനും കൊടുക്കുന്നതല്ലേ. ഞങ്ങള് മീനച്ചാറ് കഴിക്കാൻ വന്നതോ. നിങ്ങള് മീനച്ചാറ് കഴിക്കാൻ വന്നതോ. അന്നക്കുട്ടി, ഇനി എന്താണ് അമ്മച്ചിട്ട് ചോദിക്കുന്ന മീനച്ചാർ വേണോന്ന്? അച്ചാച്ചൻ ചോദിച്ചു. അന്നക്കുട്ടി എപ്പോഴാ ചോദിക്കുന്ന മീനച്ചാർ വേണോ? അന്നക്കുട്ടിക്ക് മീനച്ചാറല്ല വേണ്ടേ?
പിന്നെ എന്ത് തീറ്റയ്ക്കാണോ? കൊഞ്ച് പ്രോൺസ് അച്ചാറ്. പ്രോൺസ് അതാരാ ചോദിക്കുന്നത്? അമ്മാച്ചന്. പ്രോൺസ് അമ്മാച്ചന് അതിന്റെ ഇടയിൽ കൂടെ മീനെല്ലാം വറുത്ത് കഴിഞ്ഞോ? ആ, ലാസ്റ്റ് റൗണ്ട് മീനെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് ലാസ്റ്റ് മിക്സിങ്ങിലേക്ക് നിന്നാണ്. എന്താ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് കരിവേപ്പില ഇതൊക്കെ കുറച്ച് നമ്മൾ ക്രഷ് ചെയ്തു മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വേറെ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് പൊടികൾ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റി ഇതിനോടൊപ്പം മിക്സ് ചെയ്യുന്നതിനോടൊപ്പം എടുത്താണ്. കുറച്ച് കുരുമുളക് പൊടി ഇതാൻ്റെ ആ ഒരു പച്ചമണം മാറാനായിട്ട് നമ്മളിടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കായപ്പൊടി. കായപ്പൊടിയും നമ്മൾ മിക്സിയിലാണ്. എല്ലാം കൂടെ നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് തിളപ്പിക്കും. ഇതാണോ ഫ്രഷ് ചെയ്ത് വെച്ചത്? ഫ്രഷ് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതാ ഗ്രേവി ആയിട്ടങ്ങ് ജോയിൻ ചെയ്ത് പോകും. എന്നാലും 2 വെളുത്തുള്ളിയൊക്കെ കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതുണ്ടാവും. ഞാൻ അതും ഇതിനകത്തേക്ക് ഇടുകയാണ്. വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മീന് അതാണ്ട് 3 കിലോയോളം ഈ മീന് വറുത്ത് വെച്ചിരിക്കുന്ന മീനാണിത്. ഇതിലേക്ക് മിക്സ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ടല്ലോ. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും കരിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. Delicious. നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. കായപ്പൊടിയും എല്ലാം ആവശ്യത്തിന് ചേർത്ത് നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അമ്മ ടേസ്റ്റ് ചെയ്യാനായോ? ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എങ്ങനെയുണ്ടെന്ന്. ഗായ്സ്, മമ്മിയുടെ സ്പെഷ്യൽ മീനച്ചാർ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ? നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഗായ്സ്. വല്ല ആഗ്രഹം സാധിച്ചു തന്നെ. അപ്പോൾ എല്ലാവരും മമ്മിയുടെ സ്റ്റൈൽ മീനച്ചാർ ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്. ബൈ ബൈ അണ്ടിൽ നെക്സ്റ്റ് ടൈം. എന്താ